എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഹോണ്ടയുടെ CB200X പറഞ്ഞൊരു വാഹനമായിട്ടാണ്. ഇത് മോർ ദാൻ ഒരു റിവ്യൂ, ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് ഈ ഒരു വാഹനം കിട്ടിയിട്ട് ഒരു 12 to 15 hours ആയി. അപ്പോൾ ഞാൻ ജസ്റ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ ഷോർട്ട് ഫീഡ്ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടല്ല, പക്ഷേ ഒരു ജനറൽ ഫീഡ്ബാക്ക് എനിക്ക് ഈ വാഹനം ഓടിച്ചിട്ട് എന്തൊക്കെ എൻ്റെ ഫീൽ ചെയ്ത് എന്നുള്ള ഒരു ഷോർട്ട് റിവ്യൂ ആയിട്ടാണ് അത് ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, സ്ട്രീറ്റിൽ ഓടിക്കാൻ പറ്റും, അതുപോലെ തന്നെ അഡ്വഞ്ചർ ഫീൽഡിലേക്കും നമുക്ക് വേണമെങ്കിൽ ഓടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഗ്രാമം പോലത്തെ പ്രദേശത്ത് വന്നതാണ്, ചെറിയൊരു ഓഫ് റോഡിങ് നമ്മൾ ചെയ്തു ഈ വാഹനം കൊണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല കേപ്പബിൾ ആയ ഒരു വാഹനമാണ്. അത്യാവശ്യം ബെറ്റർ ടോർക്ക് ഡെലിവർ ആവുന്നുണ്ട് വീലിക്ക്. പിന്നെ ഫ്രണ്ട് വീലിൽ നമുക്ക് ABS വരുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു സേഫ്റ്റിയാണ് വാഹനത്തിന് വരുന്നത്. പിന്നിൽ നമുക്ക് ABS വരുന്നില്ല, എന്നാൽ ഫ്രണ്ടിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് രണ്ട് വീലിലും ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. അപ്പോൾ ഒരു നിങ്ങളിപ്പോൾ ഒരു കോർപ്പറേറ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഡെയിലി ഓഫീസിൽ പോകുന്ന ആളാണ്, അല്ലെങ്കിൽ ഒരു വീക്കെൻഡിൽ നമുക്ക് ഓഫ് റോഡിങ്ങിന് പോകണമെന്നെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ സീറ്റിംഗ് പൊസിഷനൊക്കെ അത്യാവശ്യം നല്ല അപ്രൈറ്റ് പൊസിഷനാണ്. പക്ഷെ എനിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ചെറുതായിട്ടൊരു ബാക്ക് പെയിൻ ഫീൽ ചെയ്ത പോലെ തോന്നി. അത് ചിലപ്പോൾ ജസ്റ്റ് എൻ്റെ ഒരു POVയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കാര്യം ഡിഫറെൻ്റ് ആയിരിക്കാം. അപ്പോൾ അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അത്യാവശ്യം റോഡ് കൂടെ പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോഴും മറ്റേ ടയറിന് അത്യാവശ്യം ഗ്രിപ്പ് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് റെയർ ടയറിലും ഫ്രണ്ട് ടയറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ട്രെഡ് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ബെറ്റർ റോഡ് ഗ്രിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹമ്പൊക്കെ ചാടി കഴിഞ്ഞാൽ അറിയ പോലും ഇല്ല. ഒബ്വിയസ്ലി ഫ്രണ്ടിലത്തെ ഒരു എന്താ പറയുക, അപ്സൈഡ് ഡൗൺ ഫോർക്ക് സസ്പെൻഷൻ ആണ് വരുന്നത്. പിന്നിൽ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷൻ ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓഫ് റോഡിങ്ങിനൊക്കെ ഒരു അത്രയും ഒരു ഹാർഡ് കോർ ഓഫ് റോഡിങ് നമ്മൾ ഹിമാലയനൊക്കെ കണ്ട പോലെ അത്രയും ഹാർഡ് കോർ ഓഫ് റോഡിങ് പറ്റില്ല. അത് വേറെ സെഗ്മെന്റിലെ വണ്ടികളുണ്ട്. പക്ഷെ ഇതൊരു എന്താ പറയുക, മൈൽഡ് ഓഫ് റോഡിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു വാഹനമാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിലൊക്കെ LED ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. നമുക്ക് ക്യാമറയുടെ ആംഗിൾ മാറ്റിയിട്ട് ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി എന്താ പറയുക, ഗ്രീനറി ചില ഭാഗത്തുണ്ട്, ചിലടത്ത് പുല്ല് ഉണങ്ങി കിടക്കുന്നുണ്ട്. പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗി, നല്ല ചേലായിട്ടുണ്ട്. എൻ്റെ ഇടയിൽ തന്നെ ആ ഒരു കളർ സ്കീമിന് ചേർന്നിട്ട് നമ്മുടെ റെഡ് കളർ CB200X കിടക്കുന്നത് കാണാനും അത്യാവശ്യം നല്ല സിനിമാറ്റിക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ പവർ വരുന്നത് 12.7 kW പവറും 15.9 Nm ഓഫ് ടോർക്കാണ് ഈ വാഹനത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി 200cc വാഹനം എന്നാണ് പറയുന്നത്. പക്ഷേ അവർ 184.4 cc ആണ് ശരിക്കും വരുന്നത്. പിന്നെ റൗണ്ട് ഓഫ് ആയിട്ട് പറയുന്നതാണ് 200cc എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ലുക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു അഗ്രസീവ് സ്പോർട്ടി എന്താ പറയുക, ഒരു അഡ്വഞ്ചർ ലുക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു CB200X ബാഡ്ജിങ് കണ്ടില്ലേ, അല്ല X കണ്ടില്ലേ, ഇതേ ടൈപ്പിൽ തന്നെയാണ് നമ്മുടെ റെയർ ടെയിൽ ലാംപ്സും റിയർ ടെയിൽ ലാംപ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം നന്നായിട്ടുണ്ട്. കണ്ടോ, X കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, ഹസാർഡ് ലൈറ്റ്സ് ഓണാക്കി കാണിച്ചു തരാം. കംപ്ലീറ്റ്ലി LED ലൈറ്റ്സ് ആണ് കേട്ടോ രണ്ടിലും വരുന്നത്. ഇതാ LED ലൈറ്റ്സ് ആണ് വരുന്നത്. നമ്മൾ രാവിലെ നേരത്തെ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് കച്ചവടക്കാരൊക്കെ അതിന് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സൈഡിൽ നമുക്ക് ഒരു കയ്യിലേക്ക് കാറ്റടിക്കേണ്ട വെച്ചിട്ട് ഒരു ഫ്ലാപ്പ് വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ ഒരു വിങ്കേഴ്സ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എംബഡ് ചെയ്തിട്ടുള്ളത്, ഇൻസ്റ്റെഡ് ഓഫ് ഇവിടെ കൊടുക്കേണ്ട പകരം. അപ്പോൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം നമ്മൾ ഓഫ് റോഡിങ്ങിൽ പോകുമ്പോൾ കൂടുതൽ ജെർക്കിങ്ങോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാലും ഇത് പൊട്ടി വീഴില്ല ഇവിടെ വെച്ച് കഴിഞ്ഞാൽ. ഇൻസ്റ്റെഡ് ഹോണ്ട ഒരു തോട്ട് ചെയ്തിട്ടുള്ളത് അവിടെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഹെഡ്ലൈറ്റിനെ പറ്റിയിട്ട് പറയുന്നത് കംപ്ലീറ്റ്ലി LED ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫോക്കസ് ലൈറ്റ്സ് ആണ്. കുറച്ചുകൂടി ഷാർപ്പ് ലുക്ക് നമുക്ക് കാണാൻ, ഈ ഒരു ഡിസൈനൊക്കെ കാണാൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് SP125 ഏകദേശം ഒരു ഛായ ലൈറ്റിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്രാഫിക്സ് കാണുകയാണെങ്കിൽ ഇത് ആക്ച്വലി 3 കളറിലാണ് വരുന്നത്. ഇത് റെഡ്, പിന്നെ നമുക്ക് ബ്ലൂ, ഡാർക്ക് ബ്ലൂവിൽ വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് ഷെയ്ഡിലും വരുന്നുണ്ട്. അപ്പോൾ റെഡ് കുറച്ചുകൂടി ഒരു സ്പോർട്ടി ലുക്കാണ് വരുന്നത്. പിന്നെ നമുക്ക് ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ഒരു ബ്ലാക്ക് ലൈന് ഷെയ്ഡ് കൊടുത്തിട്ട് കാണാനുണ്ട്. പിന്നെ ടെലിസ്കോപ്പിക് ഫോർക്ക്, അപ്സൈഡ് ഡൗൺ ഫോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സസ്പെൻഷൻ അത്യാവശ്യം നല്ല എന്താ പറയുക, ഒരു യൂസ്ഫുള്ളാണ്. കാരണം ഹമ്പൊക്കെ ചാടുമ്പോൾ നമ്മുടെ അറിയാലോ, ഗ്രാമപ്രദേശം ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാത്ത പെട്ടെന്ന് കുണ്ടും കുഴിയൊക്കെ ഉണ്ടാകും. അത് ചാടിപ്പോളും, നമുക്ക് ഫീൽ ആവും. പക്ഷേ അത്രയും നമുക്കൊരു എന്താ പറയുക ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് തോന്നുന്നേ ഇല്ല. വേറെ ബൈക്കാണെങ്കിൽ ഓബിയസ്ലി നമുക്ക് തോന്നും. പിന്നെ സാരി ഗാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വീതിയുള്ള വീൽസാണ്. പിന്നെ ഈ ഒരു ട്രെഡ് കണ്ടില്ല, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രെഡ് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബെറ്റർ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ റെയർ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 810 മില്ലിമീറ്ററാണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. ഫ്യൂൾ ടാങ്ക് 12 ലിറ്ററിൻ്റെ ഫ്യൂൾ ടാങ്കാണ് വരുന്നത്. അപ്പോൾ
ഈ സീറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് റൈഡറിന് ഒരു സീറ്റ്, പിന്നെ ഒരു ഗ്യാപ്പ് സെപ്പറേഷൻ കൊടുത്തിട്ടാണ് പില്ലിയൻ റൈഡർ കുറച്ചുകൂടി ഒരു ഹൈറ്റിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ഈ ഒരു സീറ്റിൻ്റെ ആണോ അതോ എനിക്ക് പേഴ്സണലി ഉള്ളൊരു ഇഷ്യൂ ആണോ അറിയില്ല, ചെറുതായിട്ടൊരു ബാക്ക് പെയിനെ പോലെ തോന്നി. ഒരു നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് ചെറുതായിട്ടൊരു തോന്നിയത്. ചിലപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കാം, നിങ്ങൾ അതൊരു ഇത് എടുക്കണം. ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഈ ഒരു എക്സോസ്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു സ്പോർട്ടി ആയിട്ട് കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ തട്ടണ്ടാച്ചിട്ടാണ് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു കൗളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പ്രൊട്ടക്റ്റീവ് ഗിയർ പോലെ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എൻജിൻ ഗിയർ ബോക്സും ഈ സംഭവങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഹോണ്ടയുടെ ബാഡ്ജിങ് നമുക്ക് കാണാം. പിന്നെ ഇതാണ് ബ്രേക്ക് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ABS വരുന്നുണ്ട്, പിന്നത്തെ വീല് വരുന്നില്ല. 2 വീലും ഡിസ്ക് ബ്രേക്കാണ്. ഡുവൽ പെറ്റൽ ഡിസ്ക് ബ്രേക്ക് എന്നാണ് അവർ വിളിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ CB200X ഇവിടെ ബാഡ്ജിങ് കാണാം. പിന്നെ ഈ ഒരു ഏരിയയിൽ നമുക്ക് 200X എന്ന് ബാഡ്ജിങ് കാണാം. പിന്നെ ഹോണ്ടയുടെ ഒരു എന്താ പറയുക, ഒരു 3D ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആഷ് കളർ, പിന്നെ ഈ ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷ്, എന്താ പറയുക, മാറ്റ് ഫിനിഷ് കാണാൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഓറഞ്ച് റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അഗൈൻ ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു വാഹനമാണ് ഇത് ആക്ച്വലി. ഹോണ്ട ആകുമ്പോൾ പിന്നെ അറിയാലോ നമുക്ക് ജാപ്പനീസ് ബിൽഡ് ക്വാളിറ്റി എന്തായാലും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ആക്ച്വലി ബിൽഡ് ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡയമണ്ട് ചാസിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി സ്ട്രെങ്ത്തും എജിലിറ്റിയും ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഒരു റൈഡിങ് പൊസിഷനാണ്, അപ്രൈറ്റ് പൊസിഷനാണ് നമുക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ ഇരിക്കുകയാണെങ്കിലും എനിക്ക് നേരെ ഫൂട്ട് വെക്കാൻ പറ്റുന്നത്. അത് ഞാൻ ചെറുതായിട്ടൊരു എന്താ പറയുക, ഉയരം കുറവാണ്. അത്യാവശ്യം നല്ലൊരു പ്രോപ്പർ അഡൽട്ട് ആവറേജ് അഡൽട്ടും കാല് എന്തായാലും ഫ്ലാറ്റ് ഫൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൈഡിങ് ഹാൻഡിലും ആ സംഭവങ്ങളൊക്കെ. അത് അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. എന്താ പറയുക, കുറച്ചുകൂടി വൈഡ് ആംഗിളാണ്, കൈ നേരെ പരത്തി വെച്ചിട്ട് ഓടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. അഗൈൻ അത് സ്പീഡോമീറ്റർ, പിന്നെ RPM മീറ്ററും, പിന്നെ ഗിയർ ഏതിലാണെന്ന് അറിയുന്നതും, പിന്നെ ഫ്യൂവലിൻ്റെ സംഭവം ടൈം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിലോമീറ്റർ ഓടിയതിൻ്റെ ആ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സിഗ്നൽ കാണിക്കുന്നത്. നമുക്ക് ഇവിടെയാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അത് ആക്ച്വലി ഒരു യൂസ്ഫുൾ ആണ്. ഓഫ് റോഡിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ മഞ്ഞ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഓഫ് റോഡിങ്ങിന് പോകുമ്പോൾ ഈ ഒരു സംഭവം വളരെ അത്യാവശ്യമാണ്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് സ്റ്റാർട്ടർ വരുന്നത്. നമുക്ക് കിക്കർ ഇതിൽ വരുന്നില്ല. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇത് ആക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ടാവും. നമുക്കിതൊന്ന് റബ് ചെയ്ത് കഴിഞ്ഞാലോ. അത്യാവശ്യം നല്ല സൗണ്ടാണ് കേട്ടോ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വാഹനം ആരെങ്കിലും നോക്കുന്നുണ്ടോ? എനിവേസ് നമുക്ക് ഇതാണ് ലൈറ്റ്സിൻ്റെ സ്വിച്ച് വരുന്നത്. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് സംഭവം, ഹോണ്, പിന്നെ ഇത് ഇവിടെയാണ് ഫ്യൂൾ ടാങ്കിൻ്റെ ഒരു ലിഡ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. എന്താ പറയുക, വേറെ ചെയിൻ സ്പ്രോക്കറ്റ് വീൽസാണ് സിസ്റ്റം വരുന്നത് നമുക്ക്. പിന്നെ 5 ഗിയർ ബോക്സാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ടോർക്കാണ്. ഈ ഒരു വാഹനത്തിൻ്റെ CC അനുസരിച്ച് ബെറ്റർ ടോർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓവർടേക്ക് ആണെങ്കിലും ഇപ്പോൾ റോഡ് കൂടെ ആണെങ്കിലും അത്യാവശ്യം നല്ല ടോർക്കാണ് ഈ വാഹനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇവിടെയാണ് സൂര്യ, അപ്പോൾ ഇവിടെയാണ് ബെറ്റർ ലൈറ്റിംഗ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശം, നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾ ഓൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ജസ്റ്റ് ഒരു കമൻറ്റിൽ ചെറുതായിട്ട് എഴുതിക്കോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കലും കാണുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ്.